السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لقد بلاني എന്ന അധ്യായത്തിൽ وقال أبو حنبل الطائي അബൂ ഹംബൽ അത്തായി തയ്യ് ഖബീലക്കാരനായ ഒരു ജാഹിലി ഷായറാണ് അബൂ ഹംബൽ. അദ്ദേഹത്തിന്റെ പേര് ജാരിയത്ത് ബിൻ മുർ അസ്സഅലി, അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹം ഇമ്രുൽ ഖൈസിന്റെ കാലക്കാരനാണ്. തന്റെ തയ്യ് ഖബീലയിൽ നിന്നുള്ള ചില വിഭാഗം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ തന്നോട് ശത്രുത വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തപ്പോ ആ വിവരം സയ്യാർ എന്ന് പറയുന്ന ആള് വന്ന് വിവരം കൊടുത്തപ്പോ അതൊരു ബലാ ഹസന് ആയി എന്ന് അദ്ദേഹം പറയാം. വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന ആയത്തിൽ, ഒരായത്തിന്റെ ബാക്കി അതിൽ പറയുന്നുണ്ടല്ലോ, ബലാഅൻ ഹസന. ശത്രുക്കളുടെ അംഗസംഖ്യ കൂടുതലായിട്ട് കണ്ട സമയത്തും ഇവരുടെ മനസ്സിൽ യാതൊരു പേടിയുമില്ലാതെ അവർക്ക് വിജയലക്ഷ്യം എത്തുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ബലാഅൻ ഹസന. അവിടെ ഉപയോഗിച്ച പദവും ബലാഅൻ ഹസന എന്ന പോലെ ഇവിടെ ബലാനി എന്നാ പറയുന്നത്. അദ്ദേഹം പറയാണ്, ലഖദ് ബലാനി അലാ മാ കാന മിൻ ഹദതി ഇൻദ ഇഖ്തിലാഫി സിജാജിൽ ഖൗമി സയ്യാറു ഹത്താ വഫൈതു ബിഹാ ദുഹ്മൻ മുഅല്ലഖതൻ കൽ ഖാരി അർദഫഹു മിൻ ഖൽഫിഹി ഖാറു ഖദ് കാന സൈറുൻ ഫഹല്ലു അൻ ഹുമൂലതികും ഇന്നി ലികുല്ലി ഇംരിഇൻ മിൻ ജാരിഹി ജാറു. 3 വരി. അബൂ ഹംബലിൻ തായി എന്നവർ പറയാണ്, ലഖദ് ബലാനി സയ്യാറു. ബലാനി മഅനാഹു ഇഖ്തബറനി, എനിക്ക് വിവരം പറഞ്ഞു തന്നു. ആര്? സയ്യാർ എന്ന ആള്. എന്തിനെ കുറിച്ചുള്ള? അലാമാക്കാന മിൻ ഹദസിൻ, സംഭവിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആഫത്ത് മുസീബത്തുകളെ കുറിച്ച്. അൽ ഹദസു മഅനാഹു മാ യഹ്ദസു മിൻ നവായിബിദ് ദഹരി വ നവായിബിൽ ഹഖ്, കാലത്തിന്റെ കെടുതികളും മുസീബത്തുകളും നടക്കുന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ വിവരണം സയ്യാർ എനിക്ക് അറിയിച്ചു തന്നു. അപ്പൊ ഏത് സമയത്തുണ്ടാവുന്ന അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. ഇൻദ ഇഖ്തിലാഫി സിജാജിൽ ഖൗം. അൽ ഖൗം യുറാദു ബിഹി ഖബീലത്തുഹു തയ്യ്, തന്റെ സ്വന്തം കബീലയാകുന്ന തയ്യ് കബീലയിൽപ്പെട്ട തന്റെ സ്വന്തക്കാര് എന്ത് ചെയ്യുമ്പോ, യുദ്ധം ചെയ്യുമ്പോ അവര് തമ്മില് ചെറിയൊരു സംഘട്ടനം ഉണ്ടായപ്പോ എന്നാണ് ഇഖ്തിലാഫി സിജാജ്. സിജാജ് മുഫ്രദിന്റെ മുഫ്രദിന്നത് സുജ്ജ് ബിദ്ദമ്മി, സുജ്ജ് ജംഉഹു സിജാജ്. സിജാജ് എന്ന് പറഞ്ഞാൽ അൽ ഹദീദു അസ്ഫല റുംഹി, കുന്തത്തിന്റെ താഴ്ഭാഗത്തുള്ള ഇരുമ്പിന് പറയുന്നതാണ് സിജാജ്. ഇവിടെ സിജാജ് എന്ന് പറഞ്ഞത്. സുജാജ് എന്ന് പറയാറുണ്ട്, സ്ഫടികം, ഗ്ലാസ്, അതിനൊക്കെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ സുജാജ. അവിടെ സുജാജത്തിൻ സുജാജ, 2 സുജാജത്താണ് പറഞ്ഞത്. അത് രണ്ടും ആ കൽബിനെ കുറിച്ച്, സദർ, കൽബ്, സ്ഫടികം പോലത്തെ കളങ്കമില്ലാത്ത കൽബിനെ കുറിച്ചൂടെ പറഞ്ഞല്ലോ. അൽ മിസ്ബാഹു ഫി സുജാജ വസുജാജത്തു ഖൽബുഹു. ഇവിടെ പറയുന്നത് സുജ്ജിന്റെ ജംഅ് സിജാജ്, ഹദീദ്.
അപ്പൊ തന്റെ കബീലയാകുന്ന തയ്യ് കബീലക്കാരുടെ ഹദീദ് ഏറ്റുമുട്ടുമ്പോൾ, ഹദീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റംഹിന്റെ താഴ്ഭാഗത്തുള്ള പിടിയിൽ വരുന്ന ഹദീദ്. അപ്പൊ ജുസ് പറഞ്ഞിട്ട് അവിടെ കുല്ലാണ് മുറാദ്. അപ്പൊ ഇങ്ങനെ ഈ വിവരം, ഈ സംഘടനവും അവര് തമ്മിൽ നേർക്കുനേർ പിന്നെ ഉണ്ടാവുന്ന ഒരു ചെറിയ പോരാട്ടം ഇവിടെ പറഞ്ഞു തരുന്നത് ആരാണ്? ഇദ്ദേഹത്തിന് അബൂ ഹംബൽ തായിക്ക് വിവരം കൊടുക്കുന്നത് സയ്യാർ എന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഹത്താ വഫൈതു ബിഹാ ദുഹ്മൻ മുഅല്ലഖതൻ. ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പാശ്ചാത്തലുണ്ട്. ഇവിടെ അഹ്മദ് ബിൻ ഹംബൽ എന്ന ആള് പിന്നെ തയ്യ് കബീലക്കാരിൽ നിന്ന് ഒരു ഒട്ടകം വാങ്ങിയിരുന്നു. അത് അവര് ചോദിച്ചു. അങ്ങനെ അതിന് യാതൊരു നഖ്സും അഴിബും കൂടാതെ ഏത് നിലക്കാണോ കൊടുത്തത് അതേ നിലക്ക് തന്നെ മടക്കി കൊടുത്തു എന്നാണ്. അതിനെക്കുറിച്ചാ പറയുന്നത് ഹത്താ വഫൈതു ബിഹാ ദുഹ്മൻ മുഅല്ലഖതൻ. ഏതുവരെ? അതിനെ ഞാൻ പൂർത്തീകരിച്ച് വീട്ടുന്നത് വരെ. ദുഹ്മൻ മുഅല്ലഖതൻ, ദുഹ്മ് എന്ന് പറഞ്ഞ സവാദ്, കറുത്തതായിരിക്കുന്ന ഒട്ടകത്തെ. ആ കറുപ്പ് എത്രത്തോളം കറുത്തതായിരുന്നു, അതല്ലെങ്കിൽ അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നു. കൽ ഖാരി അർദഫഹു മിൻ ഖൽഫിഹി ഖാറു. ഖാർ എന്ന് പറഞ്ഞ ഖൈർ, കറുപ്പ്. അതിന്റെ രണ്ട് ഭാഗത്തും കറുപ്പാണ്. രണ്ട് വിശദീകരണം അവിടെ പറയുന്നുണ്ട്. മുഅല്ലഖതൻ എന്ന് പറഞ്ഞാൽ ബന്ധിച്ചതായിട്ട് കൊടുത്തു എന്നാണ്. അപ്പൊ നല്ല ശക്തരായിരിക്കുന്ന, നല്ല ശക്തിയുള്ള ഒട്ടകം ആണ് എന്ന് മനസ്സിലായി. സാധാരണഗതിയിൽ 2ഉം 3ഉം കയറുകളൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 4 കാലി മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ശക്തിയാണ്. കയറൊന്നും ഇട്ടില്ലെങ്കിൽ അത് എങ്ങോട്ടും പോവില്ല, അതിന് ശക്തിയില്ല, ഒന്നുമില്ല എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ കയറിൽ ബന്ധിച്ച സ്ഥിതിക്കുള്ള ഒട്ടകത്തെ എന്ന് വെച്ചാൽ, ഒട്ടകത്തെ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അപാകതകളൊന്നും, നഖ്സ്, അഴിബ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏത് രീതിയിലാണോ ഇദ്ദേഹത്തിന് കൊടുത്തത് ആ രീതിയിൽ ഏൽപ്പിച്ചു എന്നാണ്. പല വിശദീകരണങ്ങളും ഈ 3 ബൈത്തിനെ കുറിച്ചുണ്ട്. അതിൽപ്പെട്ട ഒരു വിശദീകരണമാണ് പറയുന്നത്, ആ നിലക്ക് എന്ത് ചെയ്തു, കൊടുത്തു. പിന്നെ അൽ ഖാറു അർദഫഹു മിൻ ഖൽഫിഹി ഖാറു എന്നതിന് കറുപ്പ് അറിയിക്കാൻ വേണ്ടി തഅക്കീദായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അർദഫ ബാക്കിൽ കയറ്റാന്നാണല്ലോ, പിന്നിൽ. ഒരാളെ ഒട്ടകത്തിന്റെ ബാക്കിൽ ഇരിക്കുന്നതിനെ കുറിച്ച് അർദഫ എന്ന് പറയും. ഇവിടെ കറുപ്പിന്റെ മുകളിൽ കറുപ്പ് എന്നർത്ഥം. അതല്ലെങ്കിൽ മല പോലോത്ത ചെറിയ മലകൾക്ക് പറയും. അപ്പൊ ചെറിയ മല പോലോത്ത ഒട്ടകം എന്ന് പറയുമ്പോൾ അവിടെയും ശക്തിയുണ്ട് എന്നറിയിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖദ് കാന സൈറുൻ ഫഹല്ലു അൻ ഹുമൂലതികും. ഇവിടെ പേടിച്ച് നേരത്തെ പോവേണ്ടിയിരുന്നു. ഖദ് കാന സൈറുൻ, സൈറ് ഉണ്ടാവേണ്ടിയിരുന്നു നേരത്തെ. ഖബല സാഅ എന്നാണ്. ഖദ് കാന സൈറുൻ ലിൽ ഖൗഫി വൽ ഹദിരി ഖബല ഹാദൽ വഖ്തി. ഈ സമയത്തിന്റെ മുമ്പ് പേടിച്ച്, അവരുടെ പോരാട്ടങ്ങളൊക്കെ പേടിച്ച് ഇവിടുന്ന് മുൻപേ മുങ്ങിക്കളയേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഫഹല്ലു അൻ ഹുമൂലതികും ഇന്നി ലികുല്ലി ഇംദിഇൻ മിൻ ജാരിഹി ജാറു. എന്നിട്ട് അവിടെ വന്ന തന്റെ കബീലയിൽപ്പെട്ട ചില ആളുകളോട് അദ്ദേഹം പറയാണ്, നിങ്ങൾക്കിവിടെ ഇറങ്ങാം. മഅ്മനായിരിക്കുന്ന, യാതൊരു പേടിയോ യാതൊരു ബുദ്ധിമുട്ടോ ഇല്ലാത്ത, നിങ്ങൾ ഉദ്ദേശിച്ച നല്ല നിർഭയത്വമുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങാം. അതാണ് ഹമൂലത്ത്. അൽ ഹമൂലത്തു അൽ ഇബിലുല്ലത്തി യുഹ്മലു അലൈഹ. വെറും ഒട്ടകല്ല, ചുമടുകളൊക്കെ എടുക്കുന്ന ഒട്ടകം. അപ്പൊ അതിന്റെ പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്ത് ഇറങ്ങാം. ഒട്ടകങ്ങൾ പല രീതിയിലുള്ള, പല പേരിലാണല്ലോ അറിയപ്പെടുക. സവാരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ചുമടുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്,
അപ്പോൾ കുറച്ച് നല്ല മുന്തിയ കുതിരയാണെന്ന് അറിയിക്കാൻ വേണ്ടി പറയാം. അപ്പൊ നിങ്ങൾക്കിവിടെ ഇറങ്ങാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നീൽ കുല്ലിംരിഇൻ മിൻ ജാരിഹി ജാറുൻ, ഞാന് നിങ്ങളിൽ ഒരുവനാണ് എന്നർത്ഥം. ലിക്കുല്ലിംരിഇൻ, എല്ലാ ഓരോരുത്തർക്കുണ്ട്, മിൻ ജാരിഹി, അവന്റെ ജാറ്, അയൽവാസികളിൽ നിന്ന് ഒരു ജാറുണ്ട്, ഒരു അയൽവാസിയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന, സന്തോഷത്തോടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അയൽവാസിയായിട്ട് ഞാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അഭയ കേന്ദ്രത്തിലാണ്. ഇവിടെ ഒന്നും നിങ്ങൾക്ക് പേടിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്നാണ് ഇവിടെ അബൂ ഹംബൽ ത്വാഇ എന്ന ഷായർ പറയുന്നത്. അദ്ദേഹം ഒട്ടകത്തെ തിരിച്ചു കൊടുക്കാനുള്ള ആ പ്രയാസവും അവിടെ ഒരു പോരാട്ടം നടന്നപ്പോൾ ഉണ്ടായ ക്ഷമയുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ 3 ബൈത്തിനെ ദിവാനുൽ ഹമാസയിൽ ഉൾക്കൊള്ളിക്കാനുണ്ടായ പശ്ചാത്തലവും കാരണവും. ഷജാഅത്തിന്റെ ബാബില് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ബൈത്തുകൾ പ്രത്യക്ഷത്തില് ബന്ധമില്ലാത്ത ബൈത്തുകളാണ് എന്ന് തോന്നിപ്പോകുന്ന ബൈത്തുകളൊക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു. സബറിന്റെ ബാബില് സബറിന്റെ വിഷയം കൊണ്ടുവന്നപ്പോഴും സ്വന്തം ശരീരത്തോട് നടത്തുന്ന ഒരു പോരാട്ടമായതുകൊണ്ടാണ്. അതേപോലെ തന്നെ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അവിടെ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുന്ന സാഹചര്യം വരെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ. അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇവിടെയും പിന്നെ ഇതിന്റെ ശറഹ് എഴുതിയ ശാരിഹുകളൊക്കെ വിശദീകരിക്കുന്നത്. അടുത്തത് വഖാല യസീദ് ബിൻ ഹിമാർ അസ്സുകൂനി യൗമ ദീഖാർ. ദീഖാർ യുദ്ധത്തിന്റെ ദിവസം യസീദ് ബിൻ ഹിമാർ എന്ന ഷായർ പറയാം. ഒരു ജാഹിലി ഷായറാണ് യസീദ് ബിൻ ഹിമാർ. നല്ല ഒന്നാന്തരം ഒരു ഫർസാനിൽപ്പെട്ട കുതിരസവാരിക്കാരനും കൂടിയാണ് യസീദ്. ബനു ഷൈബാന്റെ സഖ്യ കക്ഷികളിൽ വളരെ പ്രധാനപ്പെട്ട ആളുമാണ്. ഏതായാലും അദ്ദേഹം പറയുന്നു, ഇന്നി ഹമിദ്തു ബനി ഷൈബാന ഇദ് ഹമദത് നിറാനു ഖൗമി വഫീഹിം ശുബ്ബത്തിൻ നാറു ومن تكرمهم في المحل أنهم لا يعلم الجار فيهم أنه الجار حتى يكون عزيزا من نفوسهم أو أن يبين جميعا وهو مختار أو أن يبين جميعا وهو مختار كأنه صدع في رأس شاهقة من دونه لعتاق الطير أوكار. ഇവിടെ 2 അർത്ഥത്തിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ബനു ഷൈബാൻ എന്ന കബീലയിലെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ അതിനെ ഒന്ന് ഒതുക്കിയ സന്ദർഭം ഞാൻ എന്ത് ചെയ്തു, അവരെ മദ്ഹ് ചെയ്തു, സനാഇ ചെയ്തു എന്ന്. മറ്റൊരാശയം നീറാന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ തീ കത്തിക്കുന്നതിനെ കുറിച്ച്, അഥവാ കബീലയിലെ ക്ഷാമം പിടിപെട്ടു, ഭക്ഷണത്തിലേക്കും മറ്റു അത്യാവശ്യ വിഷയങ്ങളിലേക്കൊക്കെ ആവശ്യമാവുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, ളിയാഫത്തൻ നിലക്ക് തീ കത്തിച്ചു, ഭക്ഷണമുണ്ടാക്കി എന്ന് അങ്ങനെയും പറയുന്നു. എന്നിട്ട് അവിടെ അയൽവാസികളെ സ്വന്തം ആളുകളെ പോലെ സ്വന്തക്കാരായിട്ട് കണ്ടു. കൂടെ നിൽക്കുമ്പോ സ്വന്തക്കാരായിട്ട്, ഇനി അവർ യാത്ര പോകുമ്പോ അവിടെയും മുഖ്താർ നല്ല തൃപ്തിപ്പെട്ട നിലക്ക് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് കൊടുത്തു. അർഹതപ്പെട്ടതൊക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജാറിന് ഒരു ഹമീമായിട്ട്, ഒരു സ്വന്തക്കാരനായിട്ട് കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നി ഹമിത്തു ബനി ഷൈബാന.
നിശ്ചയം ഞാൻ സ്തുതി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സനാ ചെയ്തു, പ്രശംസിച്ചു ബനൂ ഷൈബാനെ. എപ്പോ? ഇത് ഹമദത് നീറാനു ഖൗമി, എന്റെ ഖൗമിന്റെ നീറാന് കെട്ടടങ്ങിയപ്പോൾ, യുദ്ധത്തിന് ശാന്തിയും സമാധാനവും വന്നപ്പോൾ. വഫീഹിം ശുബ്ബത്തിന്നാറു, എന്നിട്ട് പറയാ അവരില് തീ ആളിക്കത്തിയിരുന്നു. അത്രത്തോളം വളരെ ഘോരമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നു, വളരെ ശക്തമായ യുദ്ധം നടന്നിരുന്നു. ആ സന്ദർഭം അവിടെ എന്ത് ചെയ്ത് കബീല ഇടപെട്ട് കുറച്ച് സമാധാനം നൽകി, സുക്കൂനത്ത് നൽകി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ബനൂ ഷൈബാനെ സ്തുതിച്ചു, പ്രശംസിച്ചു. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ളിയാഫത്തിന്റെ മക്കാമിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ മറ്റുള്ള ആളുകളൊക്കെ ബുഖ്ല് കാണിച്ച് അയൽവാസികൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നിന്നപ്പോ എന്റെ ഖൗമ് അവരിൽ ഒരാളായിട്ട് കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകി. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? അവരെ പ്രശംസിച്ചു എന്ന്. രണ്ടാമത്തെ ബൈത്തിൽ പറയുന്നു, വമിൻ തകർറുമിയും ഫിൽ മഹ്ലി അന്നഹുമു, തകർറുമിന്റെ വിഷയത്തില് മഹല് ജദ്ബ് ഉണ്ടാവുമ്പോ ജദ്ബില് അന്നഹു അവരിൽ ലാ യഅലമുൽ ജാറ ഫീഹിം അന്നഹുൽ ജാർ, അവരിലെ അയൽവാസികളെ പോലും അയൽവാസികളായിട്ട് അറിയുന്നില്ല എന്നുവെച്ചാല് മിൻ അൻഫുസിഹിം, സ്വന്തക്കാരായിട്ട് കണ്ടു, ഹമീമായിട്ട് കണ്ടു. അതിന്റെ ബാക്കി ഹത്താ യകൂന അസീസൻ മിൻ നുഫൂസിഹിം ഔ അയ്യുബീന ജമീഅൻ വഹുവ മുഖ്താറു, ഏതുവരെ അവരൊക്കെ ഉന്നതന്മാരായിട്ട്, മിൻ നുഫൂസിഹിം അവരിൽപ്പെട്ട, മിൻ അംഫുസിഹിം എന്നർത്ഥം, അവരിൽപ്പെട്ട ഉന്നതന്മാരായിട്ട് കാണുന്നത് വരെ, എപ്പോഴേ അവരോട് കൂടെ ഉണ്ടാവുമ്പോ. ഇനി ഔ അയ്യബീന ജമീഅൻ വഹുവ മുഖ്താറു, യബീന എന്നാല് ഇനി അവര് മറ്റൊരു ഭാഗത്തേക്ക് മാറുമ്പോ അവരെന്തെയും ജമീഅൻ, ചില സന്ദർഭങ്ങളിലൊക്കെ അവര് വേറെ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വന്നാൽ പോലും വഹുവ മുഖ്താറു, അവിടെയും അവർ എന്ത് കാണിക്കുന്നു? പിന്നെ ഇഹ്സാന് കാണിക്കുന്നു, അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ വകവെച്ചു കൊടുക്കുന്നു എന്നാണ്. അവരുണ്ടാവുമ്പോഴും ഇല്ലാത്തപ്പോഴും. അതായത് ആമിലൂനഹു ബിഹാദിഹിൽ മുആമലത്തി ഇലാ അൻ യകൂന അസീസൻ ഫീമാ ബൈന ളഹ്റാനിഹിം ഔ യഖ്താറ മുഫാറഖത്തുഹും, അവർക്ക് മുഫാറഖത്ത് ആവശ്യമായി വന്നാൽ അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതാണ് യബീന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അവരെക്കുറിച്ച് മദ്ഹ് പറയക്ക അന്നഹു സദഉൻ ഫീ റഅസി ഷാഹിഖത്തിൻ, ഏതുപോലെ ഈ അയൽവാസികള് ഒരു ഉയർന്നതായിരിക്കുന്ന മലമുകളിൽ ഉള്ള യുവാവിനെ പോലെ, മിൻ ദൂനിഹി ലിഇതാഖത്തൈരി ഔകാറു, ദൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ എന്നുള്ള അർത്ഥം തന്നെ. അപ്പൊ എന്താ ഇവിടെ? മിൻ ദൂനിഹി ലിഇതാഖത്തൈരി ഔകാറു, അത്രയും ഉയർന്നതായിരിക്കുന്ന സ്ഥലത്ത് ഇവനെ വളരെ പിന്നെ അഭയമുള്ള സ്ഥലത്ത്, അയൽവാസിയെ പറയാം, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴും അതല്ല രണ്ടാമത്തെ അർത്ഥം അനുസരിച്ച് ക്ഷാമം പിടിപെട്ട അവസ്ഥ വരുമ്പോഴും അയൽവാസികളെ സ്വന്തക്കാരായിട്ട് കണ്ടു. അതിനുദാഹരണം പറയാണ്, ഏതുപോലെ കഅന്നഹു സദഉൻ ഫീ റഅസി ഷാഹിഖത്തിൻ, ഇത് ഈ അയൽവാസി ഒരു ഉയർന്ന മലമുകളിൽ അദ്ദേഹത്തെ കൊണ്ട് ആക്കിയ പോലെ, വളരെ പിന്നെ ശാന്തമായ സ്ഥലത്ത് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത അത്രയും ഉയർന്ന മലമുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ഷാഹിഖത്ത്, ഉയർന്ന പ്രദേശത്ത് അവിടെ എന്ത് വരുന്നില്ല? പക്ഷികളുടെ ശല്യം പോലും വരുന്നില്ല. അതാണ് ദേശാടന പക്ഷികളുടെ ഒരു ചലനം പോലും എത്താത്ത ഒരു സ്ഥലത്ത് ഇവനെ വളരെ എന്ത് ചെയ്ത് ബഹുമാനത്തില് എല്ലാവിധ അഭയവും നൽകി
അവരെ അവിടെ പാർപ്പിച്ചതുപോലെ താമസിപ്പിച്ചതുപോലെ എന്ത് ചെയ്തു? അയൽവാസികളെ കണ്ടു. അപ്പൊ വലിയ പരിഗണനയും എല്ലാവിധ അംഗീകാരവും ബഹുമാനവും ഒക്കെ നൽകി ഈ ഒരു രംഗം കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു? ഖബീലയെ പ്രശംസിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.